യൂണിയൻ അംഗീകരിച്ച ഒരു ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയായത്. അയാൾ നാട്ടിൽ ലീവിന് പോയിരിക്കാന്ന് പറഞ്ഞ് മറ്റൊരുത്തനെ ആ ഒഴിവിലേക്ക് നിയമിക്കുന്നത് ശരിയായ കാര്യമാണോ? അവൻ രേഖാമൂലം ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ കാണിക്കുന്നതേ യൂണിയന്റെ ശക്തി ഇല്ലാതാക്കി കാണിക്കുന്നതിന് തുല്യമല്ലേ? ഇതിവിടെ നടക്കില്ല. എന്റെ തങ്കച്ച, അവൻ പോയിട്ട് 1 മാസം കഴിഞ്ഞു. വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ വിളിച്ച വിളികൾക്കൊന്നും അവൻ വ്യക്തമായ മറുപടിയും തന്നില്ല. അപ്പോ പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്കെന്റെ പണി നടക്കണ്ടേ? അതിന് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടതേ ഞാനുമായിട്ടാണ്. യൂണിയനിൽ മെമ്പർഷിപ്പുള്ള ഒരു ഡ്രൈവറുടെ ഒഴിവ് മറ്റൊരു മെമ്പർഷിപ്പുള്ള ഡ്രൈവറെ കൊണ്ട് നികത്താൻ യൂണിയൻ അറിയാം. അല്ലാതെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. തങ്കച്ച, ഇതെനിക്ക് അറിയാവുന്നൊരു പയ്യനാ. മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ അവൻ പിന്നാലെ എടുത്തോളും. തൽക്കാലം അവൻ ജോലി ചെയ്യട്ടെ. എന്നിട്ട് അവൻ പൈസ തരും. ഇല്ലെങ്കിൽ ഞാൻ തരും. തങ്കച്ചനൊന്ന് സഹായിക്കണം. കുറച്ച് കുഞ്ഞുകുട്ടി പരാധീനതകളൊക്കെ ഉള്ളൊരു പയ്യനാ. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോ യൂണിയനും മെമ്പർഷിപ്പ് ഉള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കൂ. എന്താ സുബേർക്ക പ്രശ്നം? ഇവരൊക്കെ ആര്? യൂണിയൻകാരാ. യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ വണ്ടി എടുക്കാൻ പറ്റൂന്ന്. അതെടുക്കാലോ. ആദ്യം ഓടിച്ച് കാശൊന്നും വന്നോട്ടെ. എന്റെ ചേട്ടന്മാരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാ ആരായാലും ഒരു പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നേ. പണിക്ക് കയറി പച്ച പിടിച്ചാലല്ലേ മെമ്പർഷിപ്പിനൊക്കെ കാശ് തരാൻ പറ്റുള്ളൂ. നീ ഇങ്ങോട്ട് ഇറങ്ങ. അതിനുള്ളിൽ ഇരുന്ന് നീ ഒരുപാട് പച്ച പിടിക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങ. കമല, ഐശ്വര്യമായിട്ട് അടിയിൽ തന്നെ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. ഇവന്മാരുടെ നിപ്പും ഭാവം കണ്ടിട്ട് എൻ്റെ കൈ തരിച്ചിട്ട് പാടില്ല. എന്താണപ്പ ചെയ്യാ? ആശാനെ, ആശാൻ ഇപ്പം നമ്മുടെ പഴയ ആശാനായിട്ട് മാറിയിട്ടില്ല. 4 പേരല്ല 40 പേര് വന്നാലും നമ്മളിവിടെ നിന്ന് അടിച്ചിട്ടിട്ട് പോവുകയും ചെയ്യും. എൻ്റെ ആശാന്റെ മനോധർമ്മം പോലെ അങ്ങ് ചെയ്. ഈശ്വരന്റെ അരുളിപ്പാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റുവാടാ. പിന്നെ അത് വരണോമാരുടെ വിധി. പിന്നെ അല്ലാതെ. എങ്കി വാടാ. എന്താ ചേട്ടന്മാരെ പ്രശ്നം? ഞങ്ങൾ യൂണിയൻകാരാ. ആയിക്കോട്ടെ. അല്ല, എന്തിനാ ഞങ്ങളിങ്ങനെ തടയണേന്ന് മാത്രം പറഞ്ഞാൽ മതി. യൂണിയന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളെയും ഞങ്ങൾ ജോലി എടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ യൂണിയൻ പ്രവർത്തനമൊക്കെ നല്ലതാ. പക്ഷെ അതൊരാളുടെയും ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യാന്ന് ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. നീ അപ്പം മുട കാണിക്കുകയാണല്ലേ? ഈ സാധാരണക്കാരനായ ഒരാളെന്ന നിലയിൽ ഒരഭിപ്രായം പറഞ്ഞ സുഹൃത്ത്, എൻ്റെ ആശാനെ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ? അപ്പം എന്തെങ്കിലും പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. യൂണിയൻ മെമ്പർഷിപ്പ് 50,000 രൂപയാ. അത് നീ തന്നിട്ടേ ഇവിടെ നീ ലോറി എടുക്കൂ. ഭീഷണി? അതെ. ഇപ്പൊ ഇത് വാശിയാ. കാരണം നിന്റെ സംസാരത്തിലെ കുറച്ച് അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ പൊതുവെ അഹങ്കാരികളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അഹങ്കാരികളെ അല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നേർക്കെ നിന്ന് ചോദിക്കുന്ന ഒരാളെയും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറ. സുബൈർക്ക, ഞങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങളെന്താ പുറത്തുനിന്ന് ആളിനെ ഇറക്കിയിരിക്കുകയാണോ? ഇവന്റെ സംസാരം കണ്ടിട്ട് അങ്ങനെ ഒരു സംശയം മണക്കുന്നുണ്ടല്ലോ. അയ്യോ തങ്കച്ച, തങ്കച്ചൻ അത് തോന്നുന്നതാ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ചോരത്തിളപ്പിനൊന്നും ഒരു കുറവും വരില്ലല്ലോ. അതിൻ്റെതാ ചോദ്യവും പറച്ചിലും ഒക്കെ. അത് കാര്യമാക്കണ്ട. ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇത് കാര്യമാകരുത്. സുബൈർക്ക, നിങ്ങൾക്കാ നാണക്കേട്. അല്ല, നീ ആരുടെ ഗുണ്ടയോ? ഇതേ തങ്കച്ചൻ വാരനാട്. ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും, ഇല്ലേ കൊട്ടൈ വാരിക്കൊണ്ടുപോകും എന്നൊരു നാട്ടുപറച്ചിലുണ്ട് എന്നെ കുറിച്ച് പൊതുവെ.
അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഈ നാട്ടിൽ എന്നെ കുറിച്ചുണ്ട് ചില നാട്ടുവർത്താനങ്ങളെ. പക്ഷെ ഇതുപോലെ അതൊന്നും അങ്ങനെ പേരിന്റെ കൂടെ ചേർത്തൊന്നും പറയാറില്ല അല്ലേ കമല? കാരണം ഞാനുമായിട്ട് മുട്ടിയവരൊന്നും മുട്ടു നിവർത്തി നടന്നിട്ടില്ല. ഈ കാൽപാദത്തിന്റെ പിന്നിലൊരു പണിയുണ്ട്. നാട്ടുഭാഷയിൽ കുതികാല് വെട്ടുക എന്ന് പറയും. എഴുന്നേറ്റ് നിൽക്കാനാവില്ല. ജീവിതകാലം മുഴുവൻ ഇഴഞ്ഞു നടക്കേണ്ടി വരും. അതായത് നേരെ നിന്ന് പിച്ച തെണ്ടാൻ പോലും പറ്റില്ല. അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തവനാടാ ഞാൻ. ഭീഷണിപ്പെടുത്തുന്നോ കയ്യൂക്കുള്ളവനെ? കയ്യൂക്കുണ്ടെന്ന് സ്വയം അങ്ങ് പറഞ്ഞാൽ മതിയോടാ. നമുക്കെതിരെ നിൽക്കുന്നവന്റെ നേരെ നിന്ന് മുട്ടിയാലല്ലേ അതറിയാൻ പറ്റൂ. എന്നാ മുട്ടടാ, നിന്നെ തീർത്തിട്ട് തങ്കച്ചിനോടൊന്ന് പോകൂ. ഈ മുട്ടടാന്ന് പറയുമ്പോഴും നിന്റെ ചങ്ക് ഇങ്ങനെ പടപടാന്ന് മുട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഭയം അത് നിന്റെ കണ്ണുകളിൽ കാണാനുണ്ട്. നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. കാരണം നീ എൻ്റെ ഒരു അടുക്കിലൂടെ തങ്കച്ച വിട്, പറയുന്നത് കേൾക്ക്. മാറി നിൽക്കും. വിഷ്ണു മാറി നിൽക്കുക. നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ തരും. വിഷ്ണു ലോറയും കൊണ്ട് പോട്ടെ. പക്ഷേ ഇവന്റെ അഹങ്കാരം. വിട്, തങ്കച്ചൊരു പണം കിട്ടിയാ പോരെ. സുബൈറൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ നീ എന്നെ എന്തും. എടാ കമല, ആശാനെ നമ്മുടെ ജീപ്പിന് ചാവി കൊണ്ടുവാ. ഇതാശാനെ. സുബൈർക, ഇവിടെ കൊടുക്കുന്ന ഈ 50,000 രൂപയ്ക്ക് ഈടായിട്ട് എൻ്റെ വണ്ടി എടുത്തോ. ഇതാ ഈ പണം തരുമ്പോൾ എനിക്ക് അവനെ തിരിച്ചു തന്നാൽ മതി. വിഷ്ണു ഇവനപ്പ ചില്ലറക്കാരനല്ല, പിടിപ്പുള്ളവനാ. അപ്പോ ഇവനുള്ള പിടി മാറ്റി പിടിക്കേണ്ടി വരും. അതൊന്നും വേണ്ട വിഷ്ണു, വണ്ടിയൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. വേണ്ട സുബൈർക, ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ. ഈ കാശ് ഞാൻ ആറ്റിക്കളഞ്ഞതായിട്ട് കണക്കാക്കിക്കോളാം. അപ്പൊ ഇനി പോവാലോ നേതാക്കന്മാരെ. കമല, ആശാനെ വാടാ. ഇവനാണ് ആണ്. ഇവന്മാരെ പോലുള്ളവരെ ഒതുക്കാൻ ഇതുപോലുള്ള ഒറ്റക്കൊമ്പന്മാര് തന്നെ വേണം. വിഷ്ണു, നിന്റെ തുടക്കം ഗംഭീരമായടാ. സുബൈറക്ക, അപ്പൊ നമുക്ക് കാണാം. കാണണം. വാടാ. എന്നാലും നമ്മുടെ വണ്ടി പണയം വെക്കേണ്ടിയിരുന്നില്ല ആശാനെ. എടാ വേറെ നിവർത്തിയില്ലാതായി എന്താ ചെയ്യാ? ഇവിടെ വീട് നഷ്ടപ്പെട്ട അവസ്ഥയിലാ.
അപ്പോഴാ വണ്ടി. പറഞ്ഞോളെ. ഒരു മുയൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ പറഞ്ഞിരുന്നു. എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതൊരു സാധാരണ മുയൽക്കുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് വീര്യം കൂടിയ മുയൽക്കുട്ടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് കൂടാ പണിയാൻ പറഞ്ഞിരിക്കുന്നേ. എത്ര ഇരുമ്പ് കൂടാണെങ്കിലും അവളുടെ സമയം വെച്ച് അതും പൊട്ടിക്കാനാ സാധ്യത. അതുകൊണ്ടൊന്ന് അറിഞ്ഞു നിന്നോണം. എടി, വല വയ്ക്കുന്നതും ഈ കെണിക്ക് ഒരുക്കം കൂട്ടുന്നതൊക്കെ ഈ ചന്ദ്രബോസ മോളെ. എന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനേ അവളൊന്ന് അറിഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. എത്ര പരിശ്രമിച്ചാലും ഞാൻ ഇപ്പോ തീർക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് അവൾ പുറത്തോട്ട് വരില്ല. അത്തരമൊരു പൂട്ടാമ്പോളെ ഞാൻ പൂട്ടിയിരിക്കുന്നേ. എന്നിട്ടിപ്പോ കെണിയിലേക്ക് വീഴാൻ വരുന്നവളുടെ അവസ്ഥ എന്താ? ഒടുക്കത്തെ ഭാഗ്യ ഉച്ചിയിൽ ഉദിച്ചു നിൽക്കുന്നവളാ. കണക്കൂട്ടലുകൾ മാറിപ്പോവാൻ നിമിഷങ്ങൾ മതി ചിറ്റപ്പ. എന്റെ ഈ ഓപ്പറേഷൻ സക്സസ് ആവോ ഇല്ലെന്ന് എന്റെ മോക്ക് സംശയമുണ്ടോ? എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ ആ വാക്കുകളോടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് ഈ പിശാശ് പിടിച്ചവളുടെ കാര്യമായതുകൊണ്ടാ ചിറ്റപ്പ. നമ്മൾ എന്തെല്ലാം നോക്കി ഇവളെ അവനെ തീർക്കാനായിട്ട്, പക്ഷെ കഴിഞ്ഞില്ലല്ലോ. അവന്റെ ചാവടിയന്തരത്തിന്റെ ഡേറ്റ് വരെ നമ്മൾ കുറിച്ചില്ലേ? എന്നിട്ട് വല്ലതും നടന്നോ? ചിറ്റപ്പൻ ഓരോന്ന് പ്ലാൻ ചെയ്യും, പിന്നീട് അത് നടപ്പിലാക്കാൻ നോക്കും, പരാജയപ്പെടും. അവസാനം അവൻ വന്ന് ചിറ്റപ്പനെ എടുത്തിട്ട് പെരുമാറും. എടി, നീ ഒരുമാതിരി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോവാ മോളെ. ചിറ്റപ്പൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നടന്നു വരുന്ന പതിവ് കലാപരിപാടികളുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇനി സംഭവിക്കരുത്. അതിനുവേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നാ എന്റെ മോള് കേട്ടോ, ശാലിനി വന്ന് കയറാൻ പോകുന്നതേ കാലന്റെ ബന്ധുവീട്ടിലേക്കാണ്. ഈ ബന്ധുവീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോവാൻ പറ്റില്ല. നമ്മുടെ പദ്ധതികൾ ഇവിടെ നടക്കണമെങ്കിൽ ശാലിനി കുറച്ചു നാളത്തേക്ക് ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത്. അത്രേ എനിക്ക് വേണ്ടു. എടി, അവള് കളക്ടർ കസേരയിൽ മാത്രമല്ല, ചിലപ്പോ ഈ ഭൂമിയുടെ മുകളിൽ പോലും ഇരിക്കില്ല. അതിനുള്ള പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ മോളെ നിന്റെ ഈ ചിറ്റപ്പൻ പോകുന്നത്. അല്ല, അത് ചോദിച്ചില്ലല്ലോ. ചിറ്റപ്പൻ എങ്ങോട്ടേ പോന്നു? എടി, അവള് തീർന്നെന്ന് ഉറപ്പുവരുത്താനേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം. മൂക്കിൻ തുമ്പിൽ ഇങ്ങനെ വിരലെന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടേ. അതിനുള്ള പോക്കാടി. അവളെ ഇപ്പൊ ഫുൾ എന്റെ നിയന്ത്രണത്തിലാ. ഏത് നിമിഷവും അവക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഹാവു, ശാലിനി വിഷ്ണു എന്ന പേരിൽ നിന്നും ശാലിനി വിട്ടൊഴിയാൻ പോകുന്നു. ആളെവിടെ വരെ എത്തിന്നുള്ള വല്ല സൂചനയും കിട്ടിയോ? ഈ ചമ്പാട് എസ്റ്റേറ്റിന്റെ ക്രോസ് ചെക്കിങ്ങിനായി ഇപ്പൊ അവളവിടെ എത്തും. അതിനു മുമ്പ് എന്റെ ഒരാൾ അവളെ ഒന്ന് ക്രോസ് ചെയ്യും. അതോടെ ആ ശാലിനി വിഷ്ണുവിന്റെ കാര്യം കട്ടപ്പുക. മൂക്കില് പഞ്ഞിയും വെച്ചുള്ള പൊതുദർശനം ഉണ്ടാവണം. എങ്കിലേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാൻ പോകാൻ പറ്റൂ. അല്ല, റീത്തിൽ എന്തെഴുതും? എന്റെ പേരെങ്ങാനും എഴുതി വെച്ചാ ചത്തതാണെന്നൊന്നും അവള് വിചാരിക്കില്ല. എഴുന്നേറ്റ് വന്ന റീത്തെടുത്ത് എന്റെ മുഖത്ത് വലിച്ചെറിയും. വല്ല അജ്ഞാത സുഹൃത്തെന്ന് എഴുതാം. എന്താ ചിറ്റപ്പ? നീ റീത്തും വാങ്ങി വെച്ചിരുന്നു. മരണവാർത്തയുമായിട്ടെ ചിറ്റപ്പനെ ഇപ്പൊ വിളിക്കാം. വീട്ടിലെത്തിയ ന്യൂസും വെച്ചിരിക്കാം. എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട. ഞാനത് TV-യിലൂടെ അറിഞ്ഞോളാം. അത് കേൾക്കുമ്പോ എനിക്കൊന്ന് ഞെട്ടണം. സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ. ശരി ചിറ്റപ്പ, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ.
ആ ഓക്കെ ഓക്കെ ബൈ. വൈകില്ലല്ലേ മോളെ? ആ, ഇല്ല രാമേട്ടാ. വഴി ബ്ലോക്ക് ആണല്ലോ. ഞാൻ നോക്കട്ടെ. ഇതാരോ മനഃപൂർവ്വം വെച്ചതുപോലെ ഉണ്ടല്ലോ. ഇതിപ്പോ ആരാ ഇങ്ങനെ? രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു മാഡം. മാഡത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചോദിച്ചുകൊണ്ടായിരുന്നു കോള് വന്നത്. ആ, അപ്പൊ ഇത് മനഃപൂർവ്വം വെച്ചിരിക്കുന്നത് തന്നെയാ. എന്റെ ഈ വരവ് തടയാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു തടസ്സം. എന്താ മാഡം ഇപ്പൊ ചെയ്യണ്ടേ? എടുത്തു മാറ്റിയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. മുന്നോട്ട് പോകാതെ വന്ന കാര്യം സാധിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ? ഇതൊക്കെ എടുത്തു മാറ്റി മുന്നോട്ട് പോവുക തന്നെ. ഒത്തുപിടിച്ചാ മലയും പോരുമെന്നല്ലേ? നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ രാമേട്ടാ? ഞാൻ റെഡിയാ മോളെ. മാഡം, ഇവിടുത്തെ ലോക്കൽ പോലീസിനെ ഒന്ന് ഇൻഫോം ചെയ്യട്ടെ. ഇൻ കേസ് ഇവിടെ പെട്ടുപോയാലും തിരിച്ചു പോകണമല്ലോ നമുക്ക്. എന്തു പറ്റി? ഞങ്ങൾ സഹായിക്കണോ? നല്ല കാതലുള്ള തടിയാ, അനക്കാൻ ബുദ്ധിമുട്ടാ. ഒന്ന് രണ്ടു പേരെ കൂടി വിളിക്കേണ്ടി വരും. എന്നാ പിന്നെ വിളിയടാ, നമ്മുടെ കളക്ടറല്ലേ. അടങ്ങി നിക്കടി അവിടെ, പെടയ്ക്കാതടി. നീ ആരാ? ചാൻസി റാണിയോ? നിന്നെ ഇന്ന് നിന്റെ അന്ത്യമായെന്ന്, നിന്റെ അന്ത്യകൂതാശിക്കുള്ള അച്ചാരം വാങ്ങിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു കളക്ടർ നീ ഭൂമി വേണ്ട. അയ്യടി, അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ കളക്ടറിന്റെ ഹുങ്ക് എന്റെ അടുത്ത് വേണ്ട. അയ്യോ മോളെ, നിന്നെ ഞാൻ കുഞ്ഞിനെ അടിക്കല്ലേ, കുഞ്ഞിനെ അടിക്കലെന്ന്. ആ ആത്മാർത്ഥത കൂടെ ഡ്രൈവറെ എടുത്ത കൊക്കയിലേക്ക് ഇട്ടേ. നടക്കണോ മോളെ, കൊണ്ടുപോടാ. അടങ്ങി നിക്കടിയോട്. നിക്കടിയോടെ, നിക്കടിയോടെ. അടങ്ങി നിൽക്കണോ? നടക്കണി.
രാമേട്ടനൊന്നും ചെയ്യരുത്. ഏയ് ഒന്നും ചെയ്യില്ല. നല്ലൊരു കൊക്കയുണ്ട് അവിടെ. പാമ്പും പഴുതാരയും ഒക്കെ ഉള്ള ഒരു കൊക്ക. അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോവാ. തൽക്കാലം അവൻ അതിന്റെ ആഴം ഒന്ന് അറിഞ്ഞിട്ട് വരട്ടെ.